ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സമയമൊരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആഭരണ വിരോധം ബൈബിൾ ഉപദേശമെന്ന് പാസ്റ്റർ KC ജോണുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ എടുത്തു പറയട്ടെ, ആ ഒരു വീഡിയോ ചെയ്തത് ലൈവായിട്ട് കേൾക്കുന്ന എന്നോട് കൂടെ ആരാധനയിൽ പങ്കെടുക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി കൂടിയായിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ചർച്ചിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വാസികളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു, ആ തീമിലായിരുന്നു ഈ ഒരു സബ്ജക്റ്റിനെ എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരംഭത്തിലെ തന്നെ ഉത്തമ ഗീതത്തിൽ നിന്നുള്ള ചില വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ട്, അതായത് എൻ്റെ സഹോദരി എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ എന്ന വാക്യത്തിൽ കൂടെ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. അങ്ങനെ അടച്ചിരിക്കുന്ന നീരുറവിനകത്ത് പുറമെ നിന്നുള്ളതായിട്ടുള്ള സ്ട്രീംസ് വ്യാജമായിട്ടുള്ളതോ പുറമെ നിന്ന് ബുദ്ധിയുടേതായോ ജ്ഞാനത്തിൻ്റെ പ്രദർശനങ്ങളൊന്നും കടന്നു വരാൻ പാടില്ല. ഉയരത്തിനുള്ളത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊരു ആശയത്തിലാണ് ലൈവായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഞാനിത് ഒരു റെക്കോർഡ് മെസ്സേജായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത മെസ്സേജിന് വളരെയധികം കമൻസ് വന്നിരുന്നു. പൊതുവെ ഒരു നേച്ചറുള്ള കമൻസ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ചും ദൈവദാസന്മാരെ വിധിക്കാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്തിരുന്നു. ഏതെല്ലാം വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിധിക്കാം? ശുശ്രൂഷകന്മാരെ വിധിക്കാമോ? ക്രിസ്ത്യാനികൾ വിശ്വാസികളെ വിധിക്കാമോ? ആത്മാവിനെ വിധിക്കാമോ? ഉപദേശത്തെ വിധിക്കാമോ? ഇതിനൊക്കെയും വിധിക്കാൻ മലയാളത്തിലാകുമ്പോൾ ശോധന ചെയ്യുക, വിവേചിക്കുക എന്ന വാക്കാണൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ജഡ്ജ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ എന്താ പറഞ്ഞ ചില നോഷൻസിലോ ചില കേട്ട് കേൾവിയുള്ളൊരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. നാം വിശ്വാസം യേശു ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനാണ്. മിക്കവർക്കും പേർക്ക് ഈ വിശ്വാസം എന്താണെന്നതിനെ കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്ന കാണാത്ത കാര്യങ്ങളുടെ ഡെഫിനേഷൻസ് വേണ്ടത്ര പറയാം നമുക്ക്. അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരാത്തോടത്തോളം അത് ജീവനായിട്ട് പരിണമിക്കുകയില്ല. ഇതെല്ലാം വളരെ ക്ലാസ്സുകൾ എടുത്ത് ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിപരമായിട്ട് യേശുക്രിസ്തുമായിട്ട് ബന്ധമുള്ള ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ലൈവായിട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആദ്യത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ നേച്ചർ ഡിഫറെൻ്റാണ്. കാരണം ഞാൻ ലൈവായിട്ട് എൻ്റെ സ്വന്തം മക്കളുമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ കൂട്ടത്തിലുള്ള വിശ്വാസികളെ അവരെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വളരെ ശാന്തമായിട്ട് ചെയ്യുന്നത് അതിനകത്ത് ചില കമൻറ്റുകൾക്കൊരു ആൻസർ ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ കൂടെ യഥാർത്ഥ ഒരു ഉപദേശം എന്താണെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. പൊതുവെ ഒരു കോമൺ നേച്ചറുള്ള ചില കമൻസുകളാണ് ഞാനിവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. ഇത്തരം കമൻസുകൾ, നെഗറ്റീവ് കമൻസ് എനിക്ക് വളരെ ഉപകാരമാണ്. കാരണം നെഗറ്റീവ് കമൻസ് വന്നു കഴിഞ്ഞാൽ നാം അല്പം താഴ്ന്നിരിക്കാൻ കാരണമായി തരും. സപ്പോർട്ട് ചെയ്യുന്ന കമൻസ് വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പ്രൈഡ് വരാനും തലക്കനം കൂടാനും കാരണമായി തരും. അത് ഡേഞ്ചറസ് ആണ്. പഴയ നിയമത്തിലാണെങ്കിൽ മേധസ്സത്തിൻ്റെ എന്ന് പറയും, അല്ലെങ്കിൽ കർത്താവിന് കൊടുക്കേണ്ട ഗ്ലോറി അല്പമായിട്ട് ചിലപ്പോൾ ചിന്തയിൽ കടന്നു വരും. നന്നായില്ലോ, വളരെ വളരെ ഡേഞ്ചറസ് ആയൊരു കാര്യമാണ്. പക്ഷേ നെഗറ്റീവ് കമൻസ് ഓൾവേസ് ബെനിഫിറ്റഡ്. ഇമ്മോറലായിട്ട് ആരും എഴുതുന്നില്ല, വ്യക്തിപരമായിട്ട് എഴുതുന്നില്ല. എന്നിട്ട് ചില കമൻറ്റ്സ് ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് കാര്യത്തിലേക്ക് കടന്നു വരിക, അധികം സമയമെടുക്കില്ല. പ്ലീസ് ചേഞ്ച് യുവർ പോളിസി. ലെറ്റ് ഓൾ ദം ഡിസൈഡ് ദ നീഡ് ഓർണമെൻറ്റ്സ് ഓർ നോട്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഗീവ് ദെയർ ഫ്രീഡം ടു ചൂസ്. വാസ്തവത്തിൽ എന്താണ് പറയുന്നതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇഫ് എനി വൺ ഗോട്ട് എ കൺവിഷൻ ഫ്രം ഗാഡ് ടു റിമൂവ് ഓർണമെൻറ്റ്സ് ഫ്രം ദം, ലെറ്റ് ഹിം remove as Paul decided not to have meat and stay single. അതിനകത്ത് ഫസ്റ്റ് ഒരു കാര്യം, ശരിയായ കാര്യമാണ്, ദൈവം കൺവിക്ഷൻ തന്ന. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. ആഭരണം ഇടുകയോ ഇടാതിരിക്കുകയോ എന്നുള്ളത് ദൈവമാണ് ചെയ്തത്. അതുകൊണ്ട്
അനേകം ആൾക്കാർ ഈ ഒരു സബ്ജക്റ്റിനെ എടുത്തുകൊണ്ട് അനേക വീഡിയോകൾ ചെയ്ത് ഞാൻ കേട്ടു. ആദ്യമേ ഞാൻ പറഞ്ഞു തരട്ടെ, ദൈവമക്കളെ, ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് മോറൽ ഗവൺമെൻറ് ആയിട്ടാണ്. നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലോയാണ്. ദൈവരാജ്യത്തിൻ്റെത് മോറൽ ലോയാണ്. ഇതിൻ്റെ ഡിഫറൻസ് അത്യാവശ്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഫിസിക്കൽ ലോയിൽ ഫിസിക്കൽ ആക്ഷൻസ് ആണ്. നമ്മൾ ആരും തന്നെ നിയമത്തെ ഇഷ്ടപ്പെട്ടിട്ടല്ല അനുസരിക്കുന്നത്, പക്ഷെ അതിൻ്റെ മേളിലുള്ള ശിക്ഷയെ ഭയന്നിട്ടാണ് അനുസരിക്കുന്നത്. പക്ഷെ മോറൽ ഗവൺമെൻറ് അങ്ങനെയല്ല. ഫിസിക്കൽ ആക്ഷൻ അല്ല, സമ്മർദ്ദം ചെലുത്തിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് കുറേ റെഗുലേഷൻസ് വെച്ചിട്ട് അതനുസരിക്കലല്ല. പക്ഷെ ഇന്ന് മിക്കവാറും ചർച്ചകളിൽ വളരെ ക്വസ്റ്റ്യൻസൊക്കെ അറൈസ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ആഭരണം ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് അനേക ഉപദേശങ്ങൾ ദൈവവചനത്തിൽ നിന്ന് കൊണ്ടുവരാം. ആഭരണം അരുതെന്ന് പറഞ്ഞ് അനേക വാക്യങ്ങൾ കൊണ്ടുവരാം. അനേക വീഡിയോകൾ ഞാനത് കണ്ടിരുന്നു. അതെല്ലാം ഫിസിക്കൽ ലോ അപ്ലൈ ചെയ്യാൻ നോക്കുക. ദൈവരാജ്യം മോറൽ ലോയിലാണ്. മോറൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ഗവൺമെൻറ്റിൽ അംഗങ്ങളായിരിക്കുന്ന ദൈവം, ദൂതന്മാർ, മനുഷ്യർ, ഇവരാണ് മോറൽ ഏജൻസ് എന്ന് പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ തക്കവണ്ണം അതാത് സമയത്ത് ഹൃദയങ്ങളിൽ നൽകപ്പെടുന്ന പ്രേരണ, ഇൻസ്ട്രക്ഷൻസ്, അതിൽ നിന്ന് ഉളവാകുന്ന ഇമോഷൻസിനാൽ അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നതനുസരിച്ചായിരിക്കും അവരുടെ വിധി നടക്കുന്നത്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, മോറൽ ഗവൺമെൻറ്റിലെ പ്രജകളാണ് ദൈവം, ദൂതന്മാർ, മനുഷ്യർ. ഈ മൂന്ന് കൂട്ടരാണുള്ളത്. ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ തക്കവണ്ണം അതാത് സമയത്ത് നൽകപ്പെടുന്ന ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് ദ ലോ ഓഫ് ഗാഡ്. അതിൻ്റെ കുറച്ച് ക്രീം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ന്യായപ്രമാണത്തിൽ കൂടിയോ അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നു, അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ പുതിയ നിയമത്തിൽ വേറൊരു ന്യായപ്രമാണം ഉണ്ടാക്കുകയാണ്. കർത്താവ് ശബത്തിനെ ലംഘിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെന്തിനായിരുന്നു? ലോക്ക് ലിറ്ററൽ മീനിങ് ഉണ്ട്, അതേപോലെ തന്നെ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ലിറ്ററൽ മീനിങ് ശബത്തിൽ യാതൊരു വേലയും ചെയ്യരുത്, അത് ലിറ്ററലാണ്. എന്നാൽ കർത്താവ് അതിൻ്റെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞെന്തായിരുന്നു? നന്മ ചെയ്യരുതോ? ലോയുടെ ക്രീം വന്ന് നന്മ ചെയ്യാതെ അഗാപ്പെ ലവ്, ഡു ഗുഡ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ചിന്തിക്കൊരു കമൻറ്റ് പറയും, ആഭരണത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ എന്തിനാ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു, ആഭരണം ഇടരുതെന്നോ ആഭരണം ഇടുന്നോ, മരുന്ന് കഴിക്കരുതെന്നോ മരുന്ന് കഴിക്കണമെന്നോ, ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കരുത്, ഇങ്ങനെ ഫിസിക്കൽ ലോ അപ്ലൈ ചെയ്യുന്നതല്ല ദൈവരാജ്യം. ഒരുവൻ വീണ്ടും ജനനത്തിൽ കൂടെ പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ഇപ്പം ദൈവരാജ്യം എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ദൈവരാജ്യം എന്താണ്, ഇവ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കമൻസ് ഞാൻ വായിക്കണം. ഓർമൻസ് ഈസ് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ് ഹൂ ക്രിയേറ്റഡ് ഓൾ. ഗോഡ് ഗേവ് us common sense to live our life. Live your life accordingly. The rest God will take care. ഇതെല്ലാം ഒരു ജനറൽ കമൻ്റ് ആണ്. അടുത്തൊരു കാര്യം, വെരി സ്ട്രേഞ്ച്, എ ലോട്ട് ഓഫ് റാൻഡം വേഴ്സസ്. ഹൗ ഡസ് എനിത്തിങ് കണക്ട് ടു ജ്വല്ലറി? ഞാൻ പറഞ്ഞല്ലോ, ജ്വല്ലറിയെ കുറിച്ച് പറയാനല്ല ഞാൻ അടുത്ത് വീണ്ടും പറഞ്ഞായിരുന്നു, ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. പുതിയ നിയമത്തിൽ വളരെ കൺവിക്റ്റഡായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ പറയാം. മറ്റൊരു യഥാർത്ഥമായി ദൈവവചനം പ്രസംഗിക്കൂ. ദയവായി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി വാക്യങ്ങൾ വ്യാഖ്യാനിക്കരുത്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച് ഹാവ് നോ റൂൾ ടു റെസ്റ്റെയിൻ ഫ്രം ജ്വല്ലറി. നോ, ഇറ്റ്സ് ബിക്കം എ സിമ്പിൾ ഓഫ് സെൽഫ് റൈഷ്യസ്നസ് ഫോർ പെൻറ്റക്കോസ്റ്റൽസ്. ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. എൻ്റെ പാസ്റ്റർ, താങ്കൾ പറയുന്നത് കേട്ടിട്ട് ഒരു യഹൂദനെന്ന് തോന്നുന്നു. KC ജോൺ പറഞ്ഞത് കേൾക്കാതെ വായിൽ വരുന്നത് കോതയ്ക്കപ്പാട്ടെന്ന് പറയുന്നത് പോലെയാണ് കൂവുന്നത്. പാസ്റ്റർ, പുതിയ നിയമസഭ ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാൾ മുതലാണ്. അപ്പോസ്തലന്മാർ ജാതിയിൽ നിന്ന് വന്നവർക്ക് കൊടുത്തത് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടി ചത്തത്. ഇവിടെ എഴുതിയിരിക്കുന്ന വിഗ്രഹാർപ്പിതം തന്നെയാണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, പുള്ളി അല്ലെങ്കിൽ ഇമോഷണലി എഴുതിയപ്പോൾ വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടി ചത്തത്, രക്തം എന്നാണ്. 3 കാര്യങ്ങളാണ്. എന്നിവയല്ലാതെ മറ്റൊരു ഇല്ലെന്ന്. ഇത് ചേസ് ജോസഫിൻ്റെ ഒരു പുതിയ അവതാരം കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇതിനെയാണ് ലീഗലിസം എന്ന് പറയുന്നത്. തൻ്റെ ഇഷ്ടം സ്ഥാപിച്ചെടുക്കാൻ തക്കോണം ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം കോട്ട് ചെയ്തു. ഇങ്ങനെ ജാതികളിൽ നിന്ന് വന്നവരുടെ വിഷയത്തിൽ ന്യായപ്രമാണം ആചരിക്കണം, മോശയുടെ ന്യായപ്രമാണം ആചരിച്ചില്ലെങ്കിൽ അവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നൊരു ജുഡൈസത്തിന് ടീച്ചിങ് വന്നപ്പോൾ അപ്പസ്തന്മാർ കൂടി വന്നിട്ട്
ഒരു തീരുമാനമെടുത്താണ് ജാതികൾക്ക് നമ്മൾ അധികമാനം ഭാരം ഏൽപ്പിക്കരുത്, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് തോന്നാത്തൊരു കാര്യം ആഭരണവർജനം എന്തിനു പറഞ്ഞു? ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാൻ ചോദിക്കട്ടെ, കുറച്ചൊരു വ്യഭിചാരം ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഈ 3 കാര്യത്തിലും വ്യഭിചാരം പെടുന്നില്ലല്ലോ. മദ്യപാനം കുഴപ്പമുണ്ടോ? കുറച്ച് കൈക്കൂലി വാങ്ങുന്ന കൊടുത്താലും കുഴപ്പമുണ്ടോ? ഇതെല്ലാം മനുഷ്യനെ പറഞ്ഞ് വഞ്ചിക്കുന്ന മനുഷ്യൻ. നിങ്ങൾക്ക് സാധാരണ ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതൊക്കെ ദൈവവചനം വളരെ ലളിതമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. സഹായിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവസ്ഥലിൽ മുട്ടുമടക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമില്ല. ഈ ചതിയന്മാരിൽ നിന്നും നിങ്ങളുടെ പ്രാണരെ രക്ഷപ്രാപിക്കുവാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ചേസിൻ്റെ ചെറിയൊരു ടിസ്റ്റുമാണ്. ഞാൻ എന്നെ റിപ്ലൈക്ക് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിൻ്റെ ശിഷ്യനായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയോ ഞാൻ ഈ കമൻസിനെല്ലാം വളരെ നന്ദി പറയുന്നു. കാരണം ഇത് മുഖാന്തരം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എങ്ങനെ വിധിക്കാൻ അധികാരമുണ്ടോ, ദൈവവചനത്തിന് കൽപ്പനയുണ്ടോ എന്ന് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഞാൻ ഇതിനകത്ത് ഒരു സ്ലൈഡ് പ്രത്യേകമായിട്ട് കൊടുത്തിരുന്നു. ദൈവമക്കൾക്ക്, അതായത് ദൈവ കുടുംബത്തിൽ വീണ്ടും ജനനത്തിൽ കൂടെ പ്രവേശിച്ചവർക്ക് തന്നെ 3 വിധ ശത്രുക്കളുണ്ടെന്നുള്ളത്. അത് ആരത്ര നോട്ടീസ് ചെയ്തൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതങ്ങൾക്ക് തന്നെ 3 വിധത്തിലുള്ള ശത്രുക്കൾ. ഒന്ന്, നമ്മിൽ വസിക്കുന്നതും ദൈവത്തിനോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ജഡം, അല്ലെങ്കിൽ ദ നേച്ചുറൽ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ദ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ജഡം. നമ്മളിൽ തന്നെയുള്ളതാണ്. എല്ലാ വിശുദ്ധന്മാരിലുമുണ്ട്, എന്നിലുമുണ്ട്. മറ്റൊന്നാണ് ദ വേൾഡ്, ലോകം. വാക്യം കോട്ട് ചെയ്തിരുന്നു, ഞാൻ വാക്യം വായിക്കുകയും ചെയ്തിരുന്നു. ലോകത്തിനുള്ളിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിന് ശത്രുവാണ്, അവൻ ദൈവസ്നേഹം വസിക്കുന്നില്ല. മറ്റൊന്നാണ് ദ സേറ്റാനിക് കിങ്ഡം. ഇതിനെക്കുറിച്ചൊരു പരിജ്ഞാനമില്ലാത്തവരാണ് ഈ കമൻസിൽ പൊതുവതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് അല്പമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത് ഈ ഫ്ലഷ് എന്നൊരു കാര്യമാണ്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഫ്ലഷിൻ്റെ നേച്ചർ എന്താണ് ഈ ഫ്ലഷ്? നമ്മൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നു, ദ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഹ്യൂമൻ നേച്ചർ ഏതൻ തോട്ടം തുടങ്ങി ദൈവത്തെ കൂടാതെ വാഴണം എന്നുള്ളതാണ്. ഇത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ നന്നറിയാം. വളരെ കണ്ണിങ്ങായിട്ടും വളരെ ഘോരമായിട്ടും നമ്മളിൽ തന്നെ ഈ ഒരു ബ്രെയിൻ്റെ ഞാനൊരു പിക്ചർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇൻ്റലക്റ്റിലേക്ക് ഒരു നോളേജ് കടന്നു വന്നാൽ അതിനോട് അനുപാതികമായിട്ടുള്ള കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വികാരം നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. ആ വികാരം ശരിയാണോ തെറ്റാണോ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സാക്ഷിയിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. എല്ലാ മനുഷ്യരും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് ആത്മീകമായാലും ഭൗതികമായാലും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ കൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇൻ്റലക്റ്റിലേക്ക് അത് ഏത് വിധത്തിൽ നിന്ന് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും വരാം. ആ വരുന്ന സോഴ്സിൽ നിന്ന് ഒരു അറിവ് വന്നാൽ ആ അറിവിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളൊരു വികാരം, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും, എന്ത് തന്നെയായാലും അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളൊരു വികാരം നമ്മൾ ഡെവലപ്പ്, അതിന് പറയുന്ന പേരാണ് ഇമോഷൻ. ആ ഇമോഷൻ അനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത്. ആ ഡെവലപ്പായിരിക്കുന്ന ഇമോഷൻ ശരിയോ തെറ്റോ ആണെന്ന് നമ്മുടെ മനസ്സാക്ഷി വിവേചിച്ച് അത് ചെയ്യണമോ വേണ്ടെന്നുള്ള ഫ്രീഡം നമുക്ക് തരുന്നതാണ് ഈ മോറൽ ഏജൻസി എന്ന് പറയുന്നത്. നാം ആണ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ വിധി നടക്കുന്നത്. അപ്പം നമ്മളിൽ ജഡത്തിൻ്റെതായ മോഹങ്ങളുണ്ട്. അപ്പോസ്തലൻ പൗലോസ് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ മരിക്കും നിശ്ചയം. ആത്മാവല്ല ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റലക്റ്റിലേക്ക് ഒരു ജഡമോഹം, ആഭരണധാരണന്മാരിക്കട്ടെ, വസ്ത്രധാരണന്മാരിക്കട്ടെ, മദ്യമായിക്കോട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസയായിക്കോട്ടെ, സ്റ്റേജിൽ ഫെയിം ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, എന്തെല്ലാം ആയിരക്കണക്കിന് ഇതെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഇതെല്ലാം ശൈത്താനിക്കാണ്. നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതാണ്. നമ്മളിൽ വീണ്ടും ആത്മീയ മരണം സംഭവിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ വരുന്ന വിഷയമാണ്. അപ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന വികാരം,
ചിലപ്പോൾ ആഭരണം ഇടാനായിരിക്കും, ചിലപ്പോൾ വസ്ത്രം മൂടിയേറെ വസ്ത്രം ധരിക്കാനായിരിക്കും, ചിലപ്പോൾ ലീഡർഷിപ്പിന് ഇലക്ഷൻ നിൽക്കാനായിരിക്കും, എനിക്ക് മറ്റവനേക്കാൾ ശ്രേഷ്ഠനാവണമെന്ന് ആഗ്രഹമായിരിക്കും. ഇങ്ങനെ എന്തു വന്നാലും അതിന് പരിശുദ്ധാത്മാവ് ഓവർകം ചെയ്യാൻ തക്കവണ്ണം നമുക്ക് കൃപ തരുമ്പോൾ, അവിടെ ഫിസിക്കൽ ലോ അല്ല അപ്ലൈ ചെയ്യുന്നത്, നമുക്കൊരു പ്രേരണ മാത്രമേ കിട്ടുള്ളൂ. നോ, ഐ ഡോണ്ട് നീഡ് ദാറ്റ്. അതാ കർത്ത പഠിപ്പിച്ച ഉപദേശങ്ങളിൽ കൂടെ തന്നെ വരും. ഒരു വലിയവൻ ആഹ്വാനിച്ചിരിക്കുന്നെങ്കിൽ, നേരത്തെ കമ്മിൻസ് ഒരു വ്യക്തി ഒരു വചനം കൂട്ടിയത് മാത്യു 18:6 ഒന്ന് വായിക്കാൻ. മാത്യുവിൻ്റെ 18:6 പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയവരിൽ എന്നിൽ വിശ്വസിക്കുന്ന ഒരു വാക്കുകളുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിനാരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവൻ സമുദ്രത്തെ ആടരുത്. ഇത് ആ വാക്യം മാത്രം കോട്ട് ചെയ്തു. ആ വാക്യം ആരെക്കുറിച്ച് പറയുന്നത്? അതിൻ്റെ ആരംഭം എവിടെയാണ്? 1-ാം വാക്യത്തിൽ പറയുന്നത്, ആ നാഴിക ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വലിയവൻ ആര് ചെറിയവൻ ആര് എന്നതിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ കർത്താവ് എന്താ ചെയ്ത്? അവിടെ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവിടെ നടുവിൽ നിർത്തി. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോയാലേ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്ന, അതടുത്തൊരു കാര്യം. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഈ വിശ്വസിക്കുന്ന എന്ന വാക്കിന് ആശ്രയിക്കുന്ന എന്നൊരർത്ഥമാണ് ശരിക്കും എടുക്കേണ്ടത്. വിശ്വസിക്കുക എന്ന വാക്കിന് യാക്കോബ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ദൈവം വലിയവരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും വിശ്വസിക്കുന്നു. സോ വാട്ട് ഡിഫറൻഷിയേറ്റ് യു ഫ്രം ദ ഡെവിൾസ്? യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു, അവൻ വീണ്ടും വരുന്നുള്ള വിശ്വാസം പിശാചുകൾക്കുണ്ട്. ആ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ, ക്രിസ്തുവിനെ ആസ് എ പേഴ്സൺ സ്പിരിറ്റിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്തോത്രം, നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ജഡത്തിൽ നിന്നായിക്കോട്ടെ വേൾഡിൽ നിന്നായിക്കോട്ടെ സൈറ്റാനിക് കിങ്ഡത്തിൽ നിന്നുള്ള പ്രേരണകൾ വരുമ്പോൾ, ഇൻഡ്യൂഷൻസ് വരുന്നവരെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ സാധ്യമല്ല. അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന തീയമ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളതിനെ ക്രൂശിച്ചില്ലെങ്കിൽ, അതാ പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, ആത്മാവിനെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ, ഡേ ബൈ ഡേ, ആക്ഷൻ ബൈ ആക്ഷൻ, ഇതിനാ ക്രിസ്തുവിൽ ദിവസേന മരിക്കുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് നിങ്ങളെ കയറി ഭരിക്കും. ഇതാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നവർ ഒക്കെ, ഈ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും, നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് കുമ്പനാട് കൺവെൻഷന് മുമ്പ് അവർ ചെറിയ അടിപിടിയൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഈ മത്തായി 18:6 കോട്ട് ചെയ്തത്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ എന്നവിടെ പറഞ്ഞ, അവിടെ തന്നെത്താൻ താഴ്ത്തുന്നവൻ, അതാണ് അവിടെ നടന്നത്. അപ്പോൾ വചനം നിങ്ങൾ അവിടുന്ന് കുറേശ്ശെ എടുത്തിട്ടുണ്ട് കാര്യമില്ല. അത് കോട്ട് ചെയ്യുമ്പോൾ എന്താണ് കോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ വരുന്ന ഇൻറ്റ്യൂഷൻ വളരെ ഡേഞ്ചറസ് ആണ്, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത്. മറ്റൊന്നാണ് ദ വേൾഡ്. ഈ ലോകമായിട്ട് നമ്മളെ പ്രാണൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നെങ്കിൽ കണ്ണൊരു ഉപകരണമാണ്. കണ്ണുകൊണ്ട് മനസ്സാണ് അല്ലെങ്കിൽ പ്രാണനാണ് കാണുന്നത്. ചെവി ഒരു ഉപകരണമാണ്, ചെവി കൊണ്ട് കേൾക്കുന്ന പ്രാണനാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രാണൻ ഈ ലോകമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന ഇമോഷൻ, ഒരു പ്രത്യേക കാര്യം കണ്ടു, അതിനോടൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും, ഒരു ഇമോഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആളാണ്, നല്ല സൗന്ദര്യമുള്ളൊരു വാഹനം, വിലയേറിയൊരു വാഹനം കണ്ടു, നിങ്ങൾക്കും അതിനോടൊരു മോഹം ജനിക്കാം. ആ മോഹം ജനിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് വേണ്ടതാണോ വലിയത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിനോട് മോഹം വന്നു, അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ലോൺ എടുക്കണം. അപ്പോൾ തന്നെ വേണമെങ്കിൽ ലോണിൻ്റെ ഓഫർ വരും, വിത്തൗട്ട് ഇൻട്രസ്റ്റ് ഓഫർ വരും, AMC വരും. ഇതൊക്കെ പോകുമ്പോഴാണ് അല്പമായിട്ട് തെറ്റി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 ശത്രുക്കളും അന്ത്യത്തോളം ദൈവമക്കൾക്കുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാന പുള്ളിയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുള്ളിയാണ് ദ സൈറ്റാനിക് കിങ്ഡം എന്ന് പറയുന്നത്. ഇതൊന്നും കർത്താവ് ക്രൂശിലെല്ലാം തീർത്തിട്ടില്ല. കർത്താവ് ജയിച്ചതുപോലെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നാമും ജയിക്കണം.
വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിന് അധിപതി, സ്വർലോക ദുഷ്ടാത്മസേനകൾ. അതിൻ്റെ ചെറിയൊരു ഞാനൊരു എപ്പിസോഡ് 2-3 എപ്പിസോഡുള്ള ഒരു ക്ലാസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദ കിങ്ഡം ഓഫ് സേറ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സേറ്റാൻ്റെ കീഴിൽ ഉള്ളതാണ് ലൂസിഫറിൻ്റെ കീഴിലാണ് ഈ 4 കാര്യങ്ങൾ: പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, ദ വേൾഡ് സ്പിരിറ്റ്, അതായത് വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിന് അധിപതി, അതായത് ഭരണകൂടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ്, സ്വർലോക ദുഷ്ടാത്മസേന, മറിയ, കാളി, അല്ലെങ്കിൽ അയ്യപ്പൻ, ശിവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയും വെളിപ്പെടുകയും അവിടെ ഇവിടെ അവതാരങ്ങളിൽ നിന്നുകൊണ്ട് അത്ഭുതങ്ങളും രോഗശാന്തികളും നടത്തുന്നത്. ഇതേപോലെ തന്നെ ഇത് പെന്തിക്കോസ്ത് പാസ്റ്റർമാരിൽ പ്രവേശിച്ചു. ഈ പവർ മിനിസ്ട്രി നടത്തുന്നവർ. ഈ യോഗാസനത്തിൻ്റെ മറ്റൊരു അവതാരമാണ്. ഞാൻ യോഗാസനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. യോഗാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഗാസനം ഇരിക്കുന്നവൻ നമ്മൾ സ്നാനത്തിൽ പറയുന്നത് എന്താണ്? അപ്പോൾ വീണ്ടും ചോദിക്കില്ല, ആഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്. എന്താണ്? ഞാനിപ്പോൾ ആഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യ പ്രാണനും ആത്മാവും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഇത്തരം ആൾക്കാർ സ്ലിപ്പായി പോകുന്നത്. ഇതിൻ്റെ 3 വഴികളാണ് ഞാൻ കാണിച്ചു തരുന്നത്: ജഡം, ലോകം, ദ സേറ്റാനിക് കിങ്ഡം. ഈ സേറ്റാനിക് കിങ്ഡത്തിൽ വളരെ ശക്തിയുള്ളതും ശക്തി കുറഞ്ഞതും മറ്റൊരു സ്പിരിറ്റ്സ് ഉണ്ട്. ആ സ്പിരിറ്റ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ സ്പിരിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രചോദനം കൊടുക്കുന്ന ഫ്ലഷാണ്. മറ്റൊരുൻ്റെ സ്പിരിറ്റ്, മറ്റൊരു സഭയിൽ ഇത്ര ആൾക്കാരുണ്ട്, മറ്റൊരു അതങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പോൾ കുറേ നാൾ അധ്വാനിച്ച് എനിക്കും ആത്മാക്കളെ നേടണം, നല്ല കാര്യമാണ്. പക്ഷെ വഴി വിട്ടിട്ടുള്ള ആത്മാക്കളെ നേടുന്നതല്ല. വീണ്ടും ജനനത്തിൽ കൂടിയാണ് ഒരുവൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നത്. ഈ വീണ്ടും ജനനത്തിൽ കൂടാതെ സഭയ്ക്കകത്ത് കയറി വന്നവരാണ് പ്രവേശനം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അകത്ത് മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് നല്ല ശക്തമായിട്ടുള്ള ടെംപ്റ്റേഷൻ വന്നപ്പോൾ അതിലേക്ക് വീണുപോയി. വാഴ്ചകളെന്ന് പറഞ്ഞാൽ ഓരോരോ രാജ്യങ്ങളെ, ഓരോരോ സ്റ്റേറ്റുകളെ, ഓരോരോ ലൊക്കേഷനെ ഭരിക്കുന്ന ഒരു ഡൊമിനിയൻസ് ഉണ്ട്. ചുമ്മാ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് അത്തരം സ്പിരിറ്റുകളോട് പോരാടി അവയെ കാൽക്കീഴാക്കിയിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ആത്മാക്കളെ സ്വതന്ത്രമാക്കി മാറ്റുള്ളൂ. ഇതുമായിട്ടൊക്കെ ഞാൻ വളരെ എക്സ്പീരിയൻസോട് കൂടെ തന്നെ, വലിയ പ്രൗഢിയായിട്ടൊന്നും പറയല്ല, ഈ കേരളത്തിലും വിദേശങ്ങളിലും ഓരോരോ ലൊക്കാലിറ്റിയുള്ള സ്പിരിറ്റ്സുമായിട്ട് യുദ്ധം ചെയ്ത് അവയെ കാൽക്കീഴെ കൊണ്ടുവന്ന് ആത്മാക്കളെ നേടി ആത്മാക്കളെ നിലനിർത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്നും ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. വെറുതെ ഒന്നും നിങ്ങൾക്ക് സുവിശേഷം കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല, ആത്മാക്കളെ നേടാൻ സാധ്യമല്ല. ഇത്തരം സ്പിരിറ്റ്സിനെ അതന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്: സകല ശത്രുക്കളും കാൽക്കീഴാവോളം വാഴേണ്ടതാവുന്നു. സകല ശത്രുക്കളും ചർച്ചിൻ്റെ കാൽക്കീഴ് വരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവമക്കൾക്ക് ഈ 3 വിധത്തിലുള്ള ഇൻഫ്ലുവൻസ് അവരുടെ ഇൻ്റലക്റ്റിലേക്ക്, ബുദ്ധിമണ്ഡലത്തിലേക്ക് വരാം. കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വരുമ്പോൾ അത് വേൾഡിൽ നിന്നുള്ളത്. മറ്റൊന്ന് 2 സ്പിരിച്വലാണ്. ദ ഫ്ലഷ് എന്ന് പറയുന്നതും ഈ സേറ്റാനിക് കിങ്ഡത്തിനുള്ള സ്പിരിച്വലാണ്. സ്പിരിറ്റിനെ മനസ്സിലാക്കുന്ന, സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ അവയവമാണ് നമ്മുടെ ആത്മാവിലുള്ള ഫെല്ലോഷിപ്പ് എന്ന് പറയുന്ന ഘടകം. ഇതിനകത്ത് വരുന്ന മറ്റുള്ള ഇൻഫ്ലുവൻസുകൾ, അതിനാൽ ഒരു ഇമോഷൻ ഡെവലപ്പ് ആകുന്നത് ശരിയോ തെറ്റെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലാക്കിയത് മനസ്സിലാക്കി തരും. നമ്മുടെ ഇൻ്റലക്റ്റിൽ മനസ്സിലാക്കി തരും. വ്യക്തമായിട്ട് നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് മനസ്സിലാകും ഇത് തെറ്റാണ്. ചിലപ്പോൾ ചില വചനങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പുറമേ കാണുമ്പോൾ നല്ല കാര്യമായിട്ട് തോന്നും. ദൈവവചനത്തിൽ കൂടുതൽ ഉപദേശിക്കും. അത് ആത്മാവിനാൽ വിവേചിച്ചെടുത്ത്, അപ്പോഴാണ് പറഞ്ഞത് ആത്മാവിനെ വിവേചിക്കണം. ആത്മാവിനെതിരായിട്ട് സംസാരിക്കാൻ പാടുണ്ട്. പസ്ന യോന വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന എതിർസ്തുക്കൾ ധാരാളമുണ്ട്. ഓരോ ആത്മാക്കളെ ശോധന ചെയ്യണം. ജഡ്ജ് എന്ന വാക്കാണ് ഉപദേശിച്ചിരിക്കുന്നത്. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് അവർ നമുക്കുള്ളവരല്ലായതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലില്ല. ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശ്വാസികൾ അവരുടെ കൂടെ കർത്തൃമേശ എടുത്തവർ തന്നെയാണ്. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ഈ 3 സോഴ്സുകളിൽ നിന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഫെയിലായിപ്പോയി. ഇത് വേണമെങ്കിൽ ദൈവസ്ഥലത്തിൽ സമയം കൊടുത്ത് മുട്ടയിലിരിക്കണം. സ്തോത്രം. ഞാനതുകൊണ്ട് ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ ഞാൻ പറയാറില്ല. എത്രയും സൈലൻ്റായിട്ടിരുന്ന് അത്രയും നല്ലത്. ദൈവത്തിന് ആത്മാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ തന്നെയും കൂട്ടത്തിലുള്ള ആത്മാക്കളെയും ദൈവസന്നിധിയിൽ നിർത്തുവാൻ കൃപ തന്നേ കർത്താവ്. ഇത്രമാത്രം നീ വില കൊടുത്ത് വാങ്ങിയ ആത്മാക്കളാണ്. ഓരോ ആത്മാക്കൾ പല പല കാര്യങ്ങൾ ഇടപെടുന്നവരുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്, വൈഫ് സൈറ്റായിരിക്കുന്നവരുണ്ട്,
പല പല ജോലി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ആത്മീക അവസ്ഥ, ഇവരെല്ലാം ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്ഡ് ആവുന്നവരാണ്. ഓരോ ദിവസവും അവരുടെ ആത്മീക അവസ്ഥ മനസ്സിലാക്കി ഇതിനെ പറയുന്നതാണ് ജാഗരിക്കുക. കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാ, ജാഗരിക്കേണ്ടവരാ. ഇപ്പം നിങ്ങൾ വീണ്ടും ചോദിക്കും, ആഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാനിന്ന് ആഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ ഒരു കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഈ ആഭരണധാരമായിട്ട്, വസ്ത്രമായിക്കോട്ടെ, മൂടിയൊരു കാര്യങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആ സ്ഥാനമാനങ്ങളായിക്കോട്ടെ, എന്തൊക്കെ നിൻ്റെ ജഡത്തിൽ നിന്ന് വരുന്നതാണോ, നീ അതിനനുസരിച്ചാൽ സ്പോട്ട് നീ ആത്മീയ മരണം നടക്കുകയാണ്. സ്പോട്ടിൽ ആത്മീയ അവിടെയാണ് ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പുകാരനായിട്ട് വെളിപ്പെടേണ്ട ആവശ്യകത. മനസ്സിലാവും, നമ്മുടെ മനസ്സാക്ഷി നമുക്ക് മനസ്സിലാകും. സംതിങ് റോ ദൈവത്തിന് മുട്ടുമടക്കുമ്പോൾ കർത്താവിന് ആത്മാവ് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെടുത്തരുത് മനഃപൂർവ്വം എനിക്കത് വേണ്ട. മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം ടേൺ അറൗണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനിൽ മാറ്റം വരുത്തുക. അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, നമ്മളെല്ലാവരും സെൽഫുള്ളവരാണ്. അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എനിക്ക് സെൽഫിൻ്റെ ആഗ്രഹം വേണ്ടേ വേണ്ട, ദൈവികത എന്നെ നടന്നാൽ മതി. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. നാൾതോറും എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പൊതുവായിട്ട് ഈ കമൻസിനൊരു ആൻസർ പറയാനുള്ളത്, നിങ്ങളുടെ കമൻസൊക്കെ വളരെ നന്ദിയുണ്ട്. കാരണം എനിക്ക് ഈ സത്യം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഞാനിതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ദ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ 5 ചാപ്റ്ററിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മീകമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, ഫിസിക്കലായിക്കോട്ടെ ഉള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹ്രസ്വമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവ കുടുംബത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് കടന്നു വന്ന ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ 3 ശത്രുക്കളും ഇവിടുന്ന് മനസ്സിലാക്കുക. നമ്മൾ തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് ശുദ്ധീകരിക്കപ്പെടുമാറാട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരങ്ങുവെങ്കിൽ അനന്യമായി ബിയോണ്ട് റിപ്രോച്ച് വെളിപ്പെട്ട് വരുമാറാകട്ടെ. അത് നടക്കുന്നത് ഇപ്പോഴാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യമനുസരിച്ചുകൊണ്ട് കർത്താവാണ് നടത്തുന്നത്. എന്നാൽ ആത്മാവിൻ്റെ വീണ്ടും ജനനം അത് നാം യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന സമയത്ത് അത് നടന്നു, അത് സെക്യൂർഡാണ്. എന്നാൽ നമ്മുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, പ്രാണൻ്റെ എന്താ പറയുന്നത് രൂപാന്തരം എന്ന് പറയുന്നത് വളരെ സ്ലോവിൽ നടക്കുന്നത്. അത് നാമും പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ക്രിസ്തുമായിട്ടുള്ള ഓരോ റിലേഷനിലുമുള്ള നമ്മുടെ സെൽഫ് ഡിസയർ എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് 139-ാം സങ്കീർത്തനകാരൻ പറയുന്നത്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ. വ്യസനത്തിനുള്ള മാർഗം അഗ്നിജ്വാലയ്ക്കത്തോളം കണ്ണുകൊണ്ട് എന്നിൽ ഉണ്ടോ എന്ന് നോക്കി എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തന്നാൽ ഞാൻ അതിനെ ഉപേക്ഷിക്കാം എന്നുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ വ്യസനത്തിലുള്ള മാർഗം, അതായത് നമ്മുടെ പ്ലാനിൽ ഇനിയും സെൽഫ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവുമായിട്ടുള്ള ഓരോ ബന്ധങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അത് എത്ര ആഴത്തിലുണ്ടെന്ന് അത് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് അതിന് ഡേഞ്ചറസ് മനസ്സിലാകുന്നത്. കർത്താവ് എനിക്ക് വേണ്ട. ഇതൊക്കെയാണ് ഇത്തരം ആൾക്കാർ തെറ്റിപ്പോകാനുണ്ടായത്. ഇവരെല്ലാവരും നല്ല ഉദ്ദേശത്തോടെ ഇറങ്ങിത്തിരിച്ചവരായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ 3 ഫീൽഡിൽ നിന്ന് വന്നുള്ള പ്രേരണകൾ അതിന് വശീകരിക്കപ്പെട്ടു പോയി. സമയം കൊടുത്ത് അതെന്ത് വിധത്തിലുള്ളതാണ്, ഇതിൻ്റെ അപകടം എന്താണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ അതിന് ചെവി കൊടുക്കാൻ തയ്യാറായില്ല. കയറി പിടിച്ചു, അപകടത്തിലായി. പിന്നെയും പരിശുദ്ധാത്മ പല പ്രാവശ്യം കൺവിക്റ്റഡ് ആയിട്ടും അവരുടെ ഹൃദയം, അവരുടെ മനസ്സാക്ഷി തയമ്പിച്ചു പോയി. ജാതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് എഫെസ്യർ പറഞ്ഞ വ്യർത്ഥ ബുദ്ധി, ജാതികൾ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നടക്കല്ലേ. അവർ അന്ധത നിമിത്തം മനസ്സാക്ഷി തയം വെച്ച് പോയതുകൊണ്ട് നടക്കുകയാണ്. ഇത് വിശ്വാസികൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ കമൻസ് എഴുതിയ എല്ലാ സ്നേഹിതന്മാർക്കും ഞാൻ വളരെ നന്ദിയുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ പുസ്തകത്തിൻ്റെ PDF ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിശ്വാസികളുമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ബന്ധം എന്ന കാര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാണനും ആത്മാവും ശരീരവും കർത്താവിൻ്റെ വരവെങ്കിൽ വെളിപ്പെടുകയുള്ളൂ. ആ സമയത്തൊന്നും നടത്താൻ പോകുന്നില്ല. ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത് അപ്പോൾ വെളിപ്പെടും. ശരീരത്തിൻ്റെ രൂപാന്തരം അവൻ നടത്തും.
ആത്മാവിൻ്റെ പ്രാണൻ്റെ രൂപാന്തരം നമ്മൾ പരിശുദ്ധാത്മാവ് കൂടെ ചെയ്യേണ്ടതാണ്. വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് സെക്കൻഡ് അത് വീണ്ടും ജീവിച്ചു. എന്നാൽ പ്രാണൻ്റെ രൂപാന്തരം നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്ന അതിന് പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, തേജസ്വീകരണം. അതാണ് ക്രിസ്തു തന്നെ നമ്മുടെ തേജസ്വീകരണം എന്ന് 1 Corinthians chapter 1:30 പറയുന്നത്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ ലൈവായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയല്ല പറയുന്നത്, ഞാൻ ശാന്തമായിട്ട് റെക്കോർഡഡ് മെസ്സേജാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് തന്നെ ശോധന ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാനൊരു ഡിനോമിനേഷനല്ല പറയുന്നത്, എനിക്കൊരു ഡിനോമിനേഷനില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നവരേക്കും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്നെയാണ് ഞാൻ നടത്തപ്പെടുന്നത്. ക്രിസ്തു എന്നിൽ വാഴുന്നുണ്ടെന്നും ഇപ്പോൾ കർത്താവ് വന്നാൽ കർത്താവിൻ്റെ എടുക്കപ്പെടുന്ന നല്ല കൺവിക്ഷനോട് കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലൊരു കൺവിക്ഷൻ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ തന്നെയാണ് ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നത്. ചില സമയങ്ങൾ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ലൈവായിട്ടുള്ള മെസ്സേജുകളിൽ. ചിലർ വഴുവഴുപ്പി നിൽക്കുന്നവരുണ്ടായിരിക്കും, ചിലവർക്ക് ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ മൃദുവായി സംസാരിച്ചാൽ കാര്യം നടക്കുകയില്ല. വളരെ ഷാർപ്പായിട്ട് സംസാരിക്കേണ്ടി വരും, ദൈവവചനങ്ങളെ കോട്ട് ചെയ്യേണ്ടി വരും, അതിൻ്റെ അപകട സാധ്യത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് ഡീവിയേറ്റ് സംസാരിക്കേണ്ടി വരും. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. ഇതൊക്കെയാണ് ദൈവവചനത്തിൽ ശുശ്രൂഷ നടക്കുന്നത്. ദൈവമേ കർത്താവ് നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ.